തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം 5 വർഷം സുഗമമായി മുന്നോട്ട് പോകുമെന്ന് മേയർ പറഞ്ഞ ആ കോൺഫിഡൻസ് ഇല്ലേ, ആ കോൺഫിഡൻസ് വളരെ വ്യക്തമായിക്കൊണ്ട് അല്പസമയം മുൻപാണ് വിയൂർ സെൻട്രൽ ജയിലിനകത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിനകത്തെ ലൈബ്രറിക്കകത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു കൗൺസിലർ ആയിട്ടുള്ള നമ്മുടെ സുഗതൻ, അദ്ദേഹം കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് റദ്ദാക്കിയിരുന്നു. കഴിഞ്ഞ 24-ാം തീയതി ഈ 19 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത സാഹചര്യത്തിലാണ് ഒരു കൗൺസിലർ കൂടിയായ സുഗതൻ അന്ന് ജയിലിനകത്തായതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കോടതി നിർദ്ദേശിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അസാധുവാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത്. അന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അന്ന് ഈ ഒരു കേസിൽ സുഗതന് അനുമതി നൽകിയിരുന്നു. ഒരു ദിവസത്തെ അനുമതിയാണ് നൽകിയിരുന്നത്. ആ അനുമതി അത് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഹൈക്കോടതിയുടെ വിലക്ക് കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജയിലിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമോ എന്ന് ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം വളരെ നിർണായകമായിരുന്നു, വളരെ കൃത്യമായിരുന്നു. എന്തായാലും സുഗതൻ ഇപ്പോൾ ഇതാ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഗുണ എന്ന തമിഴിലെ ഏറ്റവും ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ്, കമൽഹാസൻ തകർത്ത് അഭിനയിച്ച ചിത്രമാണ്. ആ സിനിമയിലെ ആ ഗാനം, കമൽഹാസൻ സങ്കല്പങ്ങളിൽ ഒരു പ്രണയിനിയെ സൃഷ്ടിക്കുകയാണ് ആ സിനിമയിൽ. മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്ത കമൽഹാസന്റെ അഭിരാമി പിന്നീട് അത് കൺമണിയാകുന്നു. ആ ഗാനം, ആ ശബ്ദം, ആ ഈണം, ആ വരികൾ നോക്കൂ. ഇന്നും പ്രണയം എന്ന് പറയുമ്പോൾ ആ പാട്ട് ഓർമ്മ വരും, ഓടി വരും. വി വി രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വി വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ, അതുപോലെ തന്നെ കോർപ്പറേഷൻ മറ്റ് പ്രധാനപ്പെട്ട ഓഫീസർമാർ എല്ലാവരും തന്നെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയിരുന്നു. ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവർ അവിടെ ഹാജരായിരുന്നു എന്നുള്ളതാണ്, സന്നിധരായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇങ്ങ് തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ സംഭവ ബഹുലമാണ്. ശബരിനാഥ് അടക്കമുള്ളവർ പറയുന്നു അത് വളരെ നാണക്കേടുള്ള സംഭവമായി മാറിയിരിക്കുകയാണ്. കോടതിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഇത്തരം ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല, വളരെ നാണക്കേടായുള്ള സംഭവമായി മാറിയിരിക്കുന്നു എന്ന് ശബരിനാഥ് പറയുമ്പോൾ ഇവിടെ CPM ആളുകൾ പറയുന്നത് കാപ്പ കോർപ്പറേഷൻ ആക്കി തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ്. മാറാത്തത് മാറും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ സംഭവപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പ്രതിഷേധത്തിന് വഴിവെച്ച് കഴിഞ്ഞാൽ അത് കോടതി ലക്ഷ്യമായി മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊന്ന് നീങ്ങാൻ തൽക്കാലം ശബരിനാഥ് അടക്കമുള്ളവ തയ്യാറാകുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ശബരിനാഥിന്റെ പ്ലാൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്ലാൻ അടിമുടി തേച്ചു മാച്ച് കളഞ്ഞത് CPM തന്നെയാണ്. ഒരു അവിശ്വാസ പ്രമേയം ഒക്കെ തന്നെ കൊണ്ടുവരാൻ നിന്നിരുന്നുവെങ്കിലും CPM സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അത് നിലനിർത്തി പോകാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ പ്രധാന കടമ്പ BJP ചാടിക്കടന്നു എന്ന് വേണം പറയാം. എന്തായാലും ഭരണസമിതി അധികാരത്തിലേറിയത് മുതൽ പ്രതിപക്ഷം വിമർശിക്കുകയാണ്. തോറ്റ് മാനസികമായി അംഗീകരിച്ചാൽ മതിയെന്നും വി വി രാജേഷ് പരിഹസിച്ചിരുന്നു. സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞുവെന്നും കോർപ്പറേഷൻ സെക്രട്ടറി, ലീഗൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നിവർ ചടങ്ങിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുഗതൻ സത്യപ്രതിജ്ഞ നടത്തി. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞയാണ് വിയൂർ ജയിലിൽ വെച്ച് നടന്നത്. ചടങ്ങ് രാവിലെ 11 മണിയോടുകൂടി തന്നെ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നടന്നത്. സംസ്ഥാനത്ത് ഇതാദ്യമായിട്ടാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയാണ് എന്ന് കോടതിയുടെ കടമയെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞത്. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ തീരുമാനം കോടതി എടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും ഉത്തരവിൽ പറയുന്നു. കേരളത്തിൽ അപൂർവ സംഭവത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പരിമിതമായി അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമപ്രവർത്തകരെയും ആണ് കയറ്റിയത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൗൺസിലറായ സുഗതൻ. എന്തായാലും പ്രതികരണങ്ങൾ കേൾക്കാം. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ എന്താണ്? സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാം, അതിൽ തെറ്റില്ല. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങൾ വിജയിപ്പിച്ച ആൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളത് നിയമത്തിൻ്റെ ഭാഗമാണ്. അത് സുഗതൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് കൊണ്ട് അത് വളരെ സീരിയസ് ആയിട്ട് കോടതി കാണുന്നുണ്ട്. ഇനിയും കാണേണ്ട രണ്ടാമത്തെ കാര്യമാണ് എന്തുകൊണ്ട് വെള്ളിയാഴ്ച എല്ലാവരും പറഞ്ഞു സുഗതൻ തിരുവനന്തപുരത്ത് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന്. തിരുവനന്തപുരത്തോട്ടേ വരണ്ട, ഇവിടെ നിന്ന് 258 കിലോമീറ്റർ ദൂരെയുള്ള വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ മതി എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ കാപ്പ കേസിൻ്റെ ഗൗരവം കണ്ടതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനത്തെ ആളുകളെയാണ് മത്സരിപ്പിക്കുന്നുള്ളതോടെ ഇനി ഭാവിയിലേക്കുള്ളൊരു പാഠം കൂടിയാണ്. എന്തായാലും അപമാനത്തോടു കൂടിയാണ്, തല താഴ്ത്തിയായിരിക്കും ഇന്ന് മേയർ അടക്കമുള്ള ആളുകൾ സത്യപ്രതിജ്ഞയുടെ ഭാഗമായി പങ്കുകൊള്ളുന്നത്. തിരുവനന്തപുരം നഗരത്തിന് അപമാനമാണ്.
പ്രശ്നമാണ്. UDF-ന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? കൗൺസിൽ വിളിക്കേണ്ട നീറുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ആഴ്ച തന്നെ കൗൺസിൽ വിളിക്കേണ്ടതാണ്. പക്ഷേ ഇവർ വിളിക്കാതെ വീണ്ടും വീണ്ടും സമയം നീട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അതേ സമയത്ത് 3 കൗൺസിൽ പങ്കെടുത്തില്ലെങ്കിൽ കൃത്യമായിട്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ ചട്ടങ്ങൾ പറയുന്നുണ്ട് 3 കൗൺസിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കണം എന്നുള്ളത്. അതൊക്കെ അപ്പോഴത്തെ കാര്യമാണ്. എന്തായാലും ഈ ഒരു പോരാട്ടത്തിൽ UDF നിൽക്കുകയാണ്. പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ആ ഫൈറ്റിൽ ശക്തമായിട്ട് UDF മുന്നിലുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനുമില്ല. ഇല്ല, ജനങ്ങൾക്ക് ഈ കോർപ്പറേഷനിൽ ഒരു വിശ്വാസമില്ല. ഇനി എന്തായാലും അടുത്ത കൗൺസിൽ കൂടുമ്പോൾ സുഗതൻ്റെ വിഷയം സുഗതന് വരാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നിയമപരമായിട്ട് വലിയൊരു ബാറ്റിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എനിക്ക് മനസ്സിലാത്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൈക്കോടതിയിലെ വിധി വന്നപ്പം കുറേ BJP ആളുകൾ എന്നോട് നല്ല ഭാഷയിലും മോശപ്പെട്ട ഭാഷയിലും കുക്കിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നിപ്പം കോടതി വിധി പറഞ്ഞേക്കുന്നത് എന്താ, വിയ്യൂരിരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനാണ്. എന്നിട്ട് ഇവർക്ക് മനസ്സിലായില്ല, ഇവരിപ്പോഴും ഞാൻ ട്രോളിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് കാലത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സ്വന്തം നാട്ടിൽ വരാതെ, സ്വന്തം കൗൺസിലിൽ വരാതെ 258 കിലോമീറ്റർ അപ്പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഇത് മനസ്സിലാക്കാതെ ഇവർ ട്രോളിക്കൊണ്ടിരിക്കുക തന്നെ.